മുझे भी एक चीने वाले को मारना है എന്നാണ് ഡൊണാൾഡ് ട്രംപ് കോടതിയോട് പറഞ്ഞത്. പക്ഷേ കോടതി കേട്ടത് വേറൊരു കാര്യമായിപ്പോയി. ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരോട് വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന യുഎസിലെ ഫെഡറൽ കോടതിയായ മൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതി ചോദിച്ചത് എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യക്കടക്കം ഈ അധിക താരിഫ് ഏർപ്പെടുത്തിയതെന്ന്. ട്രംപിൻ്റെ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ഡബ്ല്യു ലുട്നിക് വളരെ നിഷ്കളങ്കമായൊരു മറുപടി നൽകി. അത് കേട്ട് കോടതി വരെ ഞെട്ടിപ്പോയി. യുദ്ധത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും മെയ് 10 ഒരു വെടിനിർത്തലിലെത്തി. അതിന് കാരണം പ്രസിഡന്റ് ട്രംപ് ഇടപെട്ട് പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങൾക്കും അമേരിക്കയുമായി ഒരു വ്യാപാര പ്രവേശന കരാർ വാഗ്ദാനം ചെയ്തു. അതാണ് പ്രസിഡന്റ് ട്രംപ് ഒരു ലോക മഹായുദ്ധം ഒഴിവാക്കാൻ പ്രയോഗിച്ച അധികാരമെന്നാണ് വ്യാപാര കോടതിയിലെ 3 ജഡ്ജിമാരുടെ ബെഞ്ചിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലുട്നിക് വളരെ നിഷ്കളങ്കമായി പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രതികൂല വിധി ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വെടിനിർത്തിച്ച പ്രസിഡന്റ് ഓഫറിൻ്റെ സാധുതയെ തന്നെ ഇനി വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അത് ഒരു മുഴുവൻ പ്രദേശത്തിൻ്റെയും ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള ജനതയുടെയും സുരക്ഷയ്ക്കും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ഭീഷണിയാകും എന്നുകൂടി ലുട്നിക്കിൻ്റെ സത്യവാങ്മൂലം നീണ്ടപ്പോൾ നിയമവിദഗ്ധർ തന്നെ മൂക്കിൽ കൈവച്ചുപോയി. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ചൈനയും യൂറോപ്പിനെയും ഒതുക്കാനെടുത്ത് പ്രയോഗിച്ച 100-50% അധിക താരിഫ് വെറും 2 ആഴ്ച മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ കയ്യിൽ കിട്ടിയ അധികാരം പ്രയോഗിച്ചാണത്രേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധം ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപ് വ്യാപാര പ്രവേശനത്തെ ഒരു പ്രോത്സാഹനമായി ആ അധികാരത്തെ എടുത്തു പ്രയോഗിച്ചു എന്ന് വാദിച്ചതോടെ മൻഹാട്ടനിലെ ലോക വ്യാപാര കോടതിക്ക് എല്ലാം മതിയായി. കോടതി ഇങ്ങനെ ഉത്തരവിട്ടപ്പോൾ കനത്ത അടി കിട്ടിയത് ട്രംപിനും ഭരണകൂടത്തിനുമാണ്. ആ ഉത്തരവ് ഇങ്ങനെയാണ്: ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്ന് കോടതി വിലയിരുത്തി ആ നികുതി ഏർപ്പെടുത്തിയ നടപടി കോടതി തടഞ്ഞു. അതായത് ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് മൻഹാട്ടനിലെ വ്യാപാര കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞു. US പാർലമെൻറ്റായ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം US പ്രസിഡന്റില്ലെന്നും കോടതി വ്യക്തമാക്കി. 10 ദിവസത്തിനുള്ളിൽ ഈ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ട്രംപിനോട് ആവശ്യപ്പെട്ടു. US പ്രസിഡന്റിന് ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക അടിയന്തര പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന 77 ഇൻ്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ അധിക താരിഫ് ചുമത്തിയത്. US വ്യാപാര കമ്മി ഉണ്ടാക്കുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയത്തിലല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല ഈ നിയമം പ്രസിഡന്റിന് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നില്ലെന്നും വ്യാപാര കോടതി വിധിച്ചു. ഭരണഘടന അനുസരിച്ച് US പാർലമെൻറ്റായ കോൺഗ്രസിന് മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ. പ്രസിഡന്റിന് ആ അധികാരത്തെ മറികടക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിലാണ് US വ്യാപാര സെക്രട്ടറി മണ്ടത്തരം വിളമ്പിയതും കോടതി ട്രംപിനെ എടുത്തുകൊടുത്തതും. ഇത്തരമൊരു അവകാശവാദം കോടതി രേഖയായി ഔദ്യോഗികമായി അമേരിക്കയിൽ പോലും സമർപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇന്ത്യ ആവർത്തിച്ച് ട്രംപിൻ്റെ അവകാശവാദങ്ങളെ തള്ളിയതാണ്, എതിർത്തതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നത്. എന്താണ് ഇന്ത്യയുടെ നിലപാട്? ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർമാർ ചേർന്നെടുത്ത തീരുമാനമാണ് വെടിനിർത്തൽ. അതേവർക്കും അറിയാം, മൻഹാട്ടൻ കോടതിക്കും. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് മാത്രം അത് മനസ്സിലായിട്ടില്ല. പക്ഷേ ലോകരാജ്യങ്ങൾക്കെല്ലാം ആശ്വസിക്കാം. ഡൊണാൾഡ് ട്രംപ് ചൈനയടക്കം, യൂറോപ്പ് അടക്കം, ആഫ്രിക്ക അടക്കം, ഇന്ത്യ അടക്കം എല്ലാ ലോകരാജ്യങ്ങൾക്കും 100-150ഓളം ലോകരാജ്യങ്ങൾക്ക് US പങ്കാളിത്തമുള്ള രാജ്യങ്ങൾക്ക് അധിക താരിഫ് എടുത്ത് പ്രയോഗിച്ചപ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു വിഷയം വേണ്ടി വന്നു കോടതിയിൽ അത് ട്രംപിനെതിരായ ഒരു വിധിന്യായമായി മാറാനായിട്ട്.